Hi friends, welcome to a new video. Today we are going to discuss our second unit, Voice in Unison. Here you can see the picture and below that there is a slogan of Helen Keller. What is that? Alone we can do so little, together we can do so much. ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മുഴുവനായിട്ടും പറയാൻ പോകുന്നത്. നമ്മൾ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നതും കൂട്ടമായി ചെയ്യുമ്പോഴും ഉള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ. ചിലപ്പോൾ നമുക്ക് കൂട്ടുകാരെല്ലാവരും കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുമിച്ചും കൂട്ടമായിട്ടും നമ്മൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളും അതിൻ്റെ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റിലോട്ട് പോവാം. Then here you can see a picture in doorway. What is that? എന്താണ് ആ പിക്ചറിൽ കാണുന്നത്? അതെ, ഒരു ബീച്ചാണ് അല്ലേ, കുട്ടികൾ കളിക്കുകയാണ് അവിടെ. What are the children doing? What are the children doing? Yes, they are playing. The children are playing. അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത്. Then, do the children help each other? അവർ പരസ്പരം സഹായിക്കുന്നുണ്ടോ? Yes, of course. Then how? എങ്ങനെയാണ് അവർ സഹായിക്കുന്നത്? Someone helped to bring the sand. അല്ലേ, സാൻഡ് കാസിലാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ സാൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാസിൽ ഉണ്ടാക്കുന്നത് ആരാണ്? 2 പേര് ചേർന്നിട്ടാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കാം. Then third one, have you worked with your friends to make something interesting? ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇവിടെ നിങ്ങൾ ഇതുപോലെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ യൂണിറ്റിലോട്ട് പോവുകയാണ്. അവിടെ ഫസ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം. ദ റെയിൻബോ പീപ്പിൾ. ഇവിടെ നമ്മൾ പറയുന്ന സ്റ്റോറി എന്ന് വെച്ചാൽ അവരുടെ ഒരു കൂട്ടം ആളുകൾ അവരുടെ വീട് സേഫും പീസ്ഫുള്ളും ആക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു സ്റ്റോറിയാണ്. സോ ലിസൺ. ബിനീത്ത് ദ ക്വയറ്റ് സ്കൈ. ബിനീത്ത് എന്ന് വെച്ചാൽ എന്താണ്? താഴെ. ബിനീത്ത് ദ ക്വയറ്റ് സ്കൈ, ആകാശത്തിന് താഴെ. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. The villagers were simple and kind-hearted. They had never met any outsiders. They enjoyed the calm and quiet life of their village. ഇവിടെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു മണൽത്തിട്ടയിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലേജുണ്ട്. ആ വില്ലേജിലുള്ള ആളുകളെല്ലാം വളരെയധികം നല്ല മനസ്സുള്ളവരും ശാന്തരും സിമ്പിളുമാണ് അവർക്ക് അങ്ങനെ ആഡംബരങ്ങളൊന്നുമില്ല. അവരാരും തന്നെ പുറമേ ഉള്ള ഒരാളെ ഇതുവരെ കണ്ടിട്ടേയില്ല. അവരവരുടെ വില്ലേജിലുള്ള ആ ഒരു ക്വയറ്റായിട്ടുള്ള അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരാണ്. വൺ ബ്രൈറ്റ് മോർണിംഗ് ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. ദ വില്ലേജേഴ്സ് ഗ്യാതേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്സ്. Some rested under the shade of tall trees. Some people sat cross-legged on a soft sand. A few children lay on the ground, sketching patterns in the sand with sticks. ഒരു ദിവസം ഒരു നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു മോർണിംഗിൽ വില്ലേജേഴ്സ് എന്ത് ചെയ്യുകയാണ്, അവരുടെ സാധാരണ അവരിയ്ക്കുന്ന ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയാണ്. അവരെന്നിട്ട് ചിലരൊക്കെ റെസ്റ്റ് എടുക്കുന്നു, മരത്തിൻ്റെ ചുവട്ടിലും അതേപോലെ സാൻഡിൽ കിടക്കുന്നവരുണ്ട്, ഒക്കെയുണ്ട്. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സാൻഡിൽ പാറ്റേൺസൊക്കെ വരച്ചുകൊണ്ട് സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കാറുണ്ടല്ലേ, നമ്മൾ മണലിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കാറില്ലേ കമ്പുകൾ ഉപയോഗിച്ച്, അതുപോലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കമ്പുകൾ ഉപയോഗിച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നു. Then the strange breeze. Suddenly a warm breeze swept through the village and made the air feel different and magical. Everyone looked upward. Wow, what a beautiful sight. Their eyes widened in wonder. പെട്ടെന്ന് വളരെ നല്ലൊരു കാറ്റ് വന്നു. ആ കാറ്റ് ഇതുവരെ അവർ ഫീൽ ചെയ്ത ഒരു എയറിൻ്റെ ഒരു
രീതിയേ അല്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു മാജിക്കൽ ഫീൽ അവർക്ക് എന്ത് ചെയ്തു തോന്നി. എല്ലാവരും എന്ത് ചെയ്യും, എവ്രി വൺ ലുക്ക്ഡ് അപ്വേർഡ്, എല്ലാവരും മുകളിലേക്ക് നോക്കുക. ദെൻ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, എന്ത് ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തു, വൈഡൻഡ് ഇൻ വണ്ടർ, അത്ഭുതം കൊണ്ട് അവരുടെ കണ്ണുകളെല്ലാം വിടർന്നു. Colorful ribbons began to fall from the sky, fluttering like butterflies. Blue ribbons drifted down and red ones spun like magical top. Yellow ribbons floated like shedding autumn leaves. Green ones fell like fresh grass. അപ്പോൾ ഇവിടെ എന്ത് കണ്ടിട്ടാണ് അവർ വണ്ടറായതെന്ന് നോക്കൂ. കളർഫുൾ റിബൺസ് എന്ത് ചെയ്യുന്നു, സ്കൈയിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ബട്ടർഫ്ലൈസ് വരുന്ന പോലെ കളർഫുൾ റിബൺസ് എന്ത് ചെയ്യുവാണ്, അവരുടെ നേരെ ആകാശത്ത് നിന്ന് വീഴുവാണ്. അവിടെ ബ്ലൂ റിബൺസ് ഉണ്ട്, റെഡ് റിബൺസ് ഉണ്ട്, യെല്ലോ, ഗ്രീൻ എല്ലാം ഉണ്ട്. ഓരോന്നും വരുന്നത്, യെല്ലോ റിബൺ വരുന്നത് ഓട്ടം ലീവ്സ് പോലെയാണ്. ശിശിരകാലത്ത് മരങ്ങളിൽ നിന്ന് ഇല പൊഴിയുന്ന കാലമുണ്ടല്ലേ, ഇല പൊഴിയുന്ന കാലത്ത് മരങ്ങളിൽ നിന്ന് ലീവ്സ് വീഴുന്നത് പോലെ, ഗ്രീൻ ലീവ്സ് ഗ്രാസ്, പുല്ല് പോലെ എന്ത് ചെയ്യുന്നു, അവർക്ക് അനുഭവപ്പെടുന്നു. റിബൺസ് ഓഫ് വണ്ടർ. The villagers ran and eagerly grabbed the ribbons. They tied them around themselves. The color of the ribbons seemed to spread on their skin. Lily's blue ribbon made her resemble the sky. Max's red ribbon made him beam like the setting sun. Mia's green ribbon gave her the look of a lush green forest. Leo's yellow ribbon made him shine like the sun. They danced and played. It looked like vibrant plums of a peacock. ഇവിടെ റിബൺ താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ വില്ലേജേഴ്സ് എന്ത് ചെയ്തു, റാൻ ആൻഡ് ഈഗർലി ഗ്രാബ് ദ റിബൺസ്, പെട്ടെന്ന് ഓടിപ്പോയി ആ റിബൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഗ്രാബ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചു അല്ലേ, ഗ്രാബ് ദ കുക്കീസ് എന്ന്. സോ ഗ്രാബ്ഡ് എന്താണ്, ഇങ്ങ് തട്ടിയെടുക്കുക. അങ്ങനെ തട്ടി എടുക്കാൻ തുടങ്ങി. ദേ ടൈഡ് ദം എറൗണ്ട് ദം സെൽഫ്, എന്നിട്ട് അത് അവരുടെ മേലെ തന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ചുറ്റി കെട്ടാൻ തുടങ്ങി. ദ കളർ ഓഫ് റിബൺ സീം ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരം എന്തുപോലെയായി, ആ കളർ റിബണിൻ്റെ പോലെയായി. ലില്ലി ബ്ലൂ റിബണാണ് ടൈ ചെയ്തത്. സോ ഹെർ റിസംബിൾ ദ സ്കൈ, അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആകാശത്തിൻ്റെ കളർ പോലെയായി, ആകാശം പോലെയായി അവൾ. മാക്സ് ഏതാണ്, റെഡ് റിബണാണ് എടുത്തത്. മാക്സ് റെഡ് റിബൺ എടുത്തപ്പോൾ സെറ്റിംഗ് സണ്ണിനോടാണ് മാക്സിനെ എന്ത് ചെയ്തിരിക്കുന്നത്, കമ്പയർ ചെയ്തിരിക്കുന്നത്. അസ്തമയ സൂര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, സൺസെറ്റിൽ സൂര്യൻ ഏത് കളറാണ്, റെഡ് കളറാണ് വരുന്നത്. മിയ ഗ്രീൻ റിബണാണ് എടുത്തത്. ഗ്രീൻ റിബൺ അവൾ എടുത്ത് ചുറ്റി കഴിഞ്ഞപ്പോൾ അവൾ എന്തുപോലെയായി, ഒരു ഗ്രീൻ ഫോറസ്റ്റ് പോലെയായി. ലിയോ യെല്ലോ റിബൺ എടുത്തു. അവനിപ്പോൾ ഒരു ഷൈനിങ് സണ്ണായി നിൽക്കുകയാണ്. തിളങ്ങുന്ന സൂര്യനെ പോലെയാണ് നമ്മുടെ ലിയോയെ കാണപ്പെടുന്നത്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ ഡാൻസ് ചെയ്യുന്നു, കളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പീക്കോക്കിനെ പോലെ ഡാൻസ് കളിക്കുന്ന മയിലിനെ പോലെയാണ്. പീലി വിടർത്തിയ മയിലുണ്ടായിരിക്കും അല്ലേ, അതുപോലെയുണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. Walls of colors. But soon a cloud wind blew through the village. It started to change their appearance. "I'm blue," Lily cried. "I'm red," Max shouted. "We look so different," Leo said, frightened. The people, separated by colors, moved to different corners of the village. Max, with his red ribbon, told the ones who had red ribbons, "We need to stick together." Lily, with her blue ribbon, said, "We need to stay safe." The green and yellow groups did the same. Each built big walls around their corners. ഇവിടെ റിബണെല്ലാം എല്ലാവരും ചുറ്റിക്കഴിഞ്ഞ് അവരെല്ലാം ഓരോ കളറിലായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു കോൾഡ് വിൻഡ് വന്നു. ഈ കോൾഡ് വിൻഡ് വന്നപ്പോൾ മുതൽ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ അപ്പിയറൻസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ലില്ലി പറയുവാണ്, "ഐ ആം ബ്ലൂ," ഞാൻ ബ്ലൂ, നീലയായി എന്ന് പറഞ്ഞാൽ അവൾ കരയുക.
മാക്സ് എന്ത് പറഞ്ഞു? മാക്സിന് റെഡ് റിബൺ ആണ്. സോ അവൻ ഏത് കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്? റെഡിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ലിയോ പറഞ്ഞു എന്ത്? വി ലുക്ക് സോ ഡിഫറെൻറ്റ്, നമ്മളെല്ലാവരും ഒരുപാട് വ്യത്യസ്തരായിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ ആ ആളുകളെല്ലാം കളേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. വ്യത്യസ്ത കോർണേഴ്സിലേക്ക് അവരെല്ലാവരും മാറി നിന്നു. മാക്സ് റെഡ് റിബൺ കിട്ടിയിട്ടുള്ള എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് നീങ്ങി നിന്നു. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു. ലില്ലി ബ്ലൂ റിബൺ കിട്ടിയവരുടെ കൂടെ പോയി. ഗ്രീനും യെല്ലോയും ഗ്രൂപ്പുകളും ഇതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ എല്ലാവരും അവരെന്ത് ചെയ്തു? ഒരു ബിഗ് വോൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓരോ കോർണേഴ്സിലും ഒരു ബിഗ് വോൾ, വലിയൊരു ചുവർ അവരെന്ത് ചെയ്തു? അവർ ക്രിയേറ്റ് ചെയ്തു. ദെൻ എ ട്രബിൾ അൺഫോൾഡ്സ്. ഡേയ്സ് പാസ്ഡ്. The red group had water but no food. I'm hungry, Max complained. The blue group had food but no water. I'm thirsty, Lily said. The green group had wood but no shelter. We are wet, Mia reported. The yellow group had shelter but no firewood. I'm cold, Leo shivered. The cries for help sounded like a chorus. Hearing the helpless calls, a stranger arrived. Why are you hiding and shouting? He asked. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ എന്ത് ചെയ്തു? കടന്നുപോയി. ഇവരെല്ലാം മതിലുകൾ കെട്ടി അതിനകത്തായിപ്പോയി അല്ലേ? അപ്പോൾ ഇവിടെ റെഡ് ഗ്രൂപ്പിൻ്റെ അടുത്ത് വാട്ടർ ഉണ്ട്, പക്ഷേ അവർക്ക് ഫുഡില്ല. ഫുഡ് ഇല്ലാണ്ട് വാട്ടർ മാത്രമായാൽ അവർക്ക് വിശക്കില്ലേ? അപ്പോൾ മാക്സ് വിശക്കുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞു. ബ്ലൂ ഗ്രൂപ്പിന് ഫുഡുണ്ട്, പക്ഷേ എന്തില്ല? വാട്ടറില്ല. വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാനൊക്കോ? അപ്പോൾ ലില്ലി അവിടെ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരയുവാണ്. ഗ്രീൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ വുഡാണുള്ളത്, ബട്ട് നോ ഷെൽട്ടർ. ഷെൽട്ടർ ഇല്ലാത്ത കാരണം തന്നെ മിയ നനഞ്ഞ് എന്ത് ചെയ്യാണ്? വെറ്റായി എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുവാണ്. ദെൻ യെല്ലോ ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ട്, ബട്ട് നോ ഫയർവുഡ്. ഫയർവുഡ് ഇല്ലാത്ത കാരണം തന്നെ നമ്മുടെ ലിയോ എന്ത് ചെയ്യുവാണ്? തണുത്ത് വിറച്ചിരിക്കുവാണ്. ഇവരെല്ലാവരും ഓരോ സഹായത്തിനായിട്ട് അവിടെ കിടന്ന് സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇതൊരു സ്ട്രേഞ്ചർ കേട്ടു. ഈ സ്ട്രേഞ്ചർ അവരോട് ചോദിച്ചു എന്ത്? വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്? ഇങ്ങനെ നമ്മുടെ സ്ട്രേഞ്ചർ അവരോട് ചോദിച്ചു. എന്തായിരിക്കും അവരുടെ പ്രശ്നം? ഓരോ ഗ്രൂപ്പുകളും പറയുന്നത് pathway to unity. We live only with those of our color, someone replied. We need to survive, Lily spoke up. We need water, the blue group said loudly. Who will bring us food? The red group asked. Shelter is essential for us, the green group said. We need warmth, the yellow group shouted. They all panicked and they hopefully looked at the shining eyes of the stranger. He smiled gently and advised, share what you have. You will be happy. Share? Asked the people together. We cannot, they said firmly. The stranger smiled and said, sharing is the only way. സോ ഇവിടെ സ്ട്രേഞ്ചർ ചോദിച്ചപ്പോൾ അവരെല്ലാവരും കളേഴ്സിനനുസരിച്ച് മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്നു. എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ ആവശ്യം പറയുവാണ്. അവർക്ക് വാട്ടർ വേണം, ഫുഡ് വേണം, ഷെൽട്ടർ വേണം, അങ്ങനെ ഓരോന്നും പറഞ്ഞപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചർ അവർക്കൊരു അഡ്വൈസ് കൊടുത്തു. എന്തായിരുന്നു സ്ട്രേഞ്ചറുടെ അഡ്വൈസ്? ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന്. ഇത് കേട്ടപ്പോൾ ആളുകളെല്ലാം ഒരുമിച്ച് പറഞ്ഞു എന്ത്? അയ്യോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല, ഞങ്ങൾ ആർക്കും ഒന്നും കൊടുക്കില്ല, ഒരേ കളറുള്ളവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരുമിച്ച് നിൽക്കുള്ളൂ എന്ന്. പക്ഷേ സ്ട്രേഞ്ചർ വീണ്ടും പറഞ്ഞു എന്ത്? ഷെയറിങ് ഈസ് ദ ഓൺലി വേ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആകെ ഒരു മാർഗം ഇനി എന്താണ്? ഷെയറിങ് ആണ്. പരസ്പരം എന്ത് ചെയ്യുക? പങ്കുവയ്ക്കുക. ഡാൻസ് ഓഫ് കളേഴ്സ്.
The villagers looked at each other. They thought for a while. Slowly, they began to share what they had. Then a miracle happened. Everyone got everything they needed. Slowly, happiness began to spread in the entire village. They pulled down their walls and combined their ribbons. All the ribbons together turned into a beautiful rainbow. The people looked at the rainbow and danced, calling themselves the Rainbow People. The rainbow ribbon became a symbol of their newly found unity and joy. The warm breeze returned and the rainbow people felt happy. They lived together in harmony. അപ്പോൾ ഇവിടെ സ്ട്രേഞ്ചർ ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാവരും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവരെല്ലാവരും പതുക്കെ പതുക്കെ തങ്ങളുടെ കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? അവർക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നത് എന്തായിരുന്നോ അതെല്ലാവർക്കും കിട്ടിത്തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ആ വില്ലേജിലുള്ള ആളുകൾക്ക് മുഴുവൻ എന്തായി, സന്തോഷമായി. അവരെല്ലാവരും കൂടി അവരുടെ മതിലുകൾ അവർ കെട്ടിപ്പൊക്കിയിരുന്നല്ലോ, അതെല്ലാം എന്ത് ചെയ്തു, എറിഞ്ഞുടച്ച് കളഞ്ഞിട്ട് അവരുടെ റിബണുകളെല്ലാം കൂടി കൂട്ടിക്കെട്ടി. അങ്ങനെ കൂട്ടിക്കെട്ടിയ സമയത്ത് അവരൊരു ബ്യൂട്ടിഫുൾ റെയിൻബോ പോലെയായി. ഈ റെയിൻബോയെ നോക്കി ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവർ പരസ്പരം റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു. അങ്ങനെ ഈ റെയിൻബോ അവരുടെ ഒരു യൂണിറ്റിയുടെ, പുതുതായിട്ട് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു യൂണിറ്റിയുടെയും സന്തോഷത്തിൻ്റെയും സിമ്പലായി മാറി. ആ സമയത്ത് പഴയ ആ തണുത്ത കാറ്റ് ഒന്നുകൂടി വീശി. ആ സമയം എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ നമ്മുടെ റെയിൻബോ പീപ്പിൾ എന്ത് ചെയ്തു, ഒരുപാട് കാലം ഐക്യത്തോടെ ആ നാട്ടിൽ എന്ത് ചെയ്തു, ജീവിച്ചു. ഇത്രയുമാണ് നമ്മളുടെ ഈ സ്റ്റോറി. ഇതിലിപ്പോൾ നിങ്ങൾക്കറിയാം, അവർ ഷെയർ ചെയ്യാതെ പരസ്പരം ഓരോരുത്തർക്കുള്ളതും അവിടെ സ്വന്തമാക്കി വെച്ച് മതിലുകൾക്കുള്ളിൽ ജീവിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സന്തോഷം തോന്നിയില്ല. കാരണം ഓരോന്നിൻ്റെയും കുറവുകൾ അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് സ്ട്രേഞ്ചറുടെ നിർദ്ദേശപ്രകാരം അവർ കയ്യിലുള്ളതെല്ലാം പരസ്പരം ഷെയർ ചെയ്തപ്പോഴോ എല്ലാവർക്കും ആവശ്യമുള്ളത് എല്ലാവർക്കും കിട്ടി. ആ സമയത്ത് ഒരുപാട് സന്തോഷവും അനുഭവപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കെ ഇല്ല. അപ്പം നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം, സ്നേഹിക്കണം, സഹായിക്കണം. ഈ ഒരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. സോ നമ്മളിവിടെ രണ്ടാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും സ്റ്റോറി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുക. ഒരുപാട് വായിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് വായിക്കാനൊക്കെ ഉള്ളൂ. സോ എല്ലാവരും നന്നായിട്ട് നല്ല കുട്ടികളായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.